എന്താണോ അവര് പഠിപ്പിച്ച ആദർശം എന്താണോ ആ ആദർശ പാതയിൽ നിന്ന് പിറകോട്ട് ചിലർ പോയി. അവിടെ തന്നെയാണ് വിവാദമുണ്ടായത്. അവിടെയാ വിവാദമുണ്ടായത്. അല്ലാതെ പുതിയ വാദം മുജാഹിദുകൾ ആരും ഏറ്റെടുത്തിട്ടില്ല. KM മൗലവി ഈ വിഷയമായി രേഖപ്പെടുത്തിയത് എന്ത്? അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഓരോന്നും പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബോധ്യമാകും ആർക്കാ തെറ്റിയത്, ആർക്കാ അബദ്ധം പറ്റിയത് എല്ലാം മനസ്സിലാകും. ഒരു പ്രയാസവും ഇല്ല. ഇത് KM മൗലവിയുടെ പുസ്തകം അദ്ദുആഉ വൽ ഇബാദ. അദ്ദുആഉ വൽ ഇബാദ KM മൗലവി എഴുതിയ പുസ്തകം. മാത്രവുമല്ല ഇത് പ്രസിദ്ധീകരിച്ചതോ ജംഇയ്യത്തുൽ ഉലമാ ബി കേരള. കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്തിറക്കിയ KM മൗലവി എഴുതിയ പുസ്തകമാണ് അദ്ദുആഉ വൽ ഇബാദ എന്ന ഈ പുസ്തകം. അന്ന് KJUവിന്റെ ആസ്ഥാനം തിരുവങ്ങാടിയില. അവിടുന്ന് ഇത് പുറത്തിറക്കുന്നത്. ഇന്ന് അതിന്റെ ആസ്ഥാനമോ ഈ പുളിക്കലാണല്ലോ. ഈ പുളിക്കലിൽ ഇന്ന് ആസ്ഥാനം ഉള്ള കേരള ജംഇയ്യത്തുൽ ഉലമ ആ KJUവിന്റെ പ്രസിദ്ധീകരണമായി അല്ല ഒന്നാമത്തെ പ്രസിദ്ധീകരണമായി പുറത്തിറങ്ങിയ അദ്ദുആഉ വൽ ഇബാദ. ഇതിൽ KM മൗലവി പറഞ്ഞിട്ടുണ്ട് ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം, മലക്കുമായി ബന്ധപ്പെട്ട വിഷയം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായത് അദ്ദേഹം അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയത്? അദ്ദേഹത്തോട് ചോദ്യമാണ് ദുആ എന്നാൽ എന്ത്, എപ്പോഴാ ഒരു വിളി ദുആ ആവുക, എപ്പോഴാണ് അത് ആരാധനയായി മാറുക എന്ന് KM മൗലവിയോട് ചോദ്യമാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഈ പുസ്തകം. ആ ചോദ്യത്തിന് നൽകിയ മറുപടി അതാണ് പുസ്തകമായി പുറത്തു വന്നത്. അതിന്റെ 7ാമത്തെ പേജിൽ മൗലവി എഴുതുകയാണ്, റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിച്ചിട്ട് മൗലവി പറയുന്നു, ഈ കാര്യത്തിൽ ഹയാത്തുള്ളവരോടായാലും മരിച്ചവരോടായാലും ആ ദുആകൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. മരിച്ചോരെ വിളിച്ച ദുആ ജീവനുള്ളവരെ വിളിച്ച ദുആ അല്ല എന്നല്ല. ദൃശ്യലോകത്തുള്ള മനുഷ്യന്മാരെ ഒഴിവാക്കി മരിച്ചുപോയ മനുഷ്യന്മാരെ ഒഴിവില്ല എന്നല്ല. ഹയാത്തുള്ളവരായാലും അതേപോലെ മരിച്ചവരായാലും ആ ദുആകൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെയുള്ള വ്യത്യാസം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു ഉപകാരം ചെയ്യുവാനോ ദോഷം വരുത്തുവാനോ ഉപകാരത്തെ തടയുവാനോ ദോഷത്തെ നീക്കുവാനോ ഉള്ള മറഞ്ഞതായ അധികാര ശക്തി അഥവാ ആദിയായ സബബുകൾക്കപ്പുറമുള്ള അധികാര ശക്തി സൃഷ്ടാവിന് മാത്രമേയുള്ളൂ. മറഞ്ഞ നിലയ്ക്കുള്ള കഴിവ്, ആദിയായ സബബുകൾക്കപ്പുറമുള്ള കഴിവ്. എന്താ ആദിയായ സബബ് പറഞ്ഞാൽ? സാധാരണ കാര്യകാരണ ബന്ധം. ആദിയായതാണ് സാധാരണയായത്, സബബ് എന്ന കാര്യകാരണ ബന്ധം. ആദിയായ സബബുകൾക്കപ്പുറമുള്ള ശക്തി അഥവാ സാധാരണ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ ശക്തി സൃഷ്ടാവിന് മാത്രമേയുള്ളൂ. സൃഷ്ടികൾക്കാർക്കും, ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കുമില്ല. മലക്കുകൾക്കാവട്ടെ ജിന്നുകൾക്കാവട്ടെ അമ്പിയാക്കൾക്കാകട്ടെ ഔലിയാക്കൾക്കാവട്ടെ ഹയവാനാത്തിനാകട്ടെ ജമാദാത്തിനാകട്ടെ ആർക്കുമില്ല, ഒന്നിനുമില്ല. സബബുകൾക്കധീനമായ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്കധീനമായ കഴിവ് ജിന്നില്ല, മലക്കിന്നില്ല, മരിച്ചവർക്കില്ല, ജീവിച്ചിരിക്കുന്നവർക്കില്ല, മൃഗങ്ങൾക്കില്ല, നിർജീവമായ വസ്തുക്കൾക്കില്ല. ആരാ എഴുതിയത്? KM മൗലവി. ആരാ പ്രസിദ്ധീകരിച്ചത്? ജംഇയ്യത്തുൽ ഉലമ. എന്നിട്ട് അദ്ദേഹം പറയാം, അങ്ങനെയുള്ള മറഞ്ഞ അധികാര ശക്തി ഏതൊരു വസ്തുവിൽ ഉണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ, അങ്ങനെയുള്ള മറഞ്ഞ അധികാര ശക്തി, അതാ മറഞ്ഞ വഴിക്ക് സഹായിക്കാനാ, കണ്ണ് കാണാത്തതല്ല. മറഞ്ഞ വഴിക്ക് സഹായിക്കുക എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധികമായി സഹായിക്കുക. അങ്ങനെയുള്ള മറഞ്ഞ ഒരു അധികാര ശക്തി ഏതൊരു വസ്തുവിലുണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തൻ്റെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമാണിത്. മറഞ്ഞ വഴിക്കുള്ള അധികാര ശക്തി ഏത് വസ്തുവിനുണ്ട് എന്ന് ആര് വിചാരിക്കുന്നുവോ അവൻ ആ വസ്തുവിനെ ഇലാഹാക്കി. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അന്ന് മുതൽ എഴുതിപ്പോന്നു, അഭൗതികമായ കഴിവ് ആർക്കുമില്ല, റബ്ബിന് മാത്രം. പടപ്പുകൾക്ക് ആർക്കുമില്ല. രണ്ടത്താണ് സെയ്ദ് മൗലവി ഇത് തന്നെ എഴുതി. രണ്ടത്താണ് സെയ്ദ് മൗലവിയുടെ പേരിൽ രണ്ടത്താണ് ഇത് പുറത്തിറങ്ങിയ പുസ്തകമാണിത്, തൗഹീദിന് വേണ്ടി ഒരു ധന്യ ജീവിതം. ഈ പുസ്തകത്തിന്റെ 127-ാമത്തെ പേജിലും 131-ാമത്തെ പേജിലും
ഈ ആശയം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ അവിടെ പറഞ്ഞത്? സയ്യിദ് മൗലവി എഴുതുന്നു, അദ്ദേഹത്തെ ലേഖനം എടുത്തു കൊടുത്തതാ ഇതില്. സയ്യിദ് മൗലവിയുടെ ലേഖനം ഇതിൽ എടുത്തു കൊടുക്കുന്നു. ആ ലേഖനത്തിൽ സയ്യിദ് മൗലവി പറയുന്നു, അല്ലാഹു അല്ലാത്തവർക്കാർക്കും മറഞ്ഞ വഴിക്കുള്ള യാതൊരു ഗുണവും ദോഷവും ചെയ്യാൻ കഴിയില്ലെന്നും അല്ലാഹു ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സ്പഷ്ടമാക്കിയിരിക്കുന്നു. മറഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാനോ ദോഷം വരുത്തുവാനോ ഒരു സൃഷ്ടിക്കും കഴിയില്ല, അല്ലാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന് കണ്ടെത്താണ് സയ്യിദ് മൗലവി. കഴിയുമെന്ന് ഏതെങ്കിലും വസ്തുവിനെ പറ്റി ആരെങ്കിലും ധരിച്ചാൽ ആ വസ്തുവിനെ അവന്റെ ഇലാഹാക്കി എന്ന് KM മൗലവി അദ്ദേഹം എടുത്തു പറഞ്ഞു. ജിന്നാകട്ടെ, മലക്കാകട്ടെ, മരിച്ചവരാകട്ടെ, ജീവനുള്ളവരാകട്ടെ, ഹയവാനാത്താകട്ടെ, ജമാദാത്താകട്ടെ, ഏതാണെങ്കിലും ശരി, മറഞ്ഞ വഴിക്കുള്ള അധികാര ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അതിനെ ഇലാഹാക്കി. ഈ നിലപാടിൽ നിന്ന കാലത്തോളം സിഹിർ അംഗീകരിക്കാൻ പ്രയാസമുണ്ടായില്ല. അതുകൊണ്ട് KM മൗലവി സിഹിറുമായി ബന്ധപ്പെട്ട് വ്യക്തമായി വിശദമായി അന്നേ രേഖപ്പെടുത്തി വെച്ചു. ഉമർ മൗലവി സിഹിറുമായി ബന്ധപ്പെട്ട് വിശദമായി അദ്ദേഹത്തിന്റെ പല രചനകളിൽ അദ്ദേഹം വിശദീകരിച്ചു. ആരാ എഴുതാത്തത്? തൗഹീദുമായി ബന്ധപ്പെട്ട് പുസ്തകം രചിച്ച ആരാണ് സിഹിറുമായി ബന്ധപ്പെട്ട് അതിന്റെ ശരിയായ വസ്തുത എന്ത് എന്ന് എഴുതാത്തത്? എന്നാ ഇതിൽ നിന്ന് വിട്ടു ആര്? അബ്ദുസ്സലാം സുലമി ആദ്യം വിട്ടു. ആദ്യം വിട്ടിട്ട് അയാൾ പറഞ്ഞു ജിന്നും മലക്കും അഭൗതികമാണ്. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ജിന്നും മലക്കും അഭൗതികാണ്. അത് പറഞ്ഞപ്പോ എന്താ പ്രശ്നം ഉണ്ടായത്? ജിന്നും മലക്കും അഭൗതിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുര പൊളിഞ്ഞു. 80 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു പോന്ന വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആ അടിസ്ഥാനത്തിലാണ് തകരാറ് സംഭവിക്കുന്നത്. അതോടുകൂടി KM മൗലവിയുടെ കൂടെ പഠിക്കുകയും വളരുകയും കൂട്ടുകാരായി ജീവിക്കുകയും ചെയ്ത ബഹുമാന്യനായ PK മൂസ മൗലവി അദ്ദേഹം എന്താ എഴുതിയത്? അപ്പോൾ അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആരെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായിത്തീരുന്നു. അഭൗതിക വഴിക്ക് ഗുണം ചെയ്യാനും ദോഷം വരുത്താനും ആരെങ്കിലും ഏതെങ്കിലും വിധേന കഴിയുമെന്ന് വല്ലവനും വിചാരിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അപ്പൊ അഭൗതികമായി ഗുണം ചെയ്യാൻ ദോഷം വരുത്താനും അല്ലാഹ്ക്ക് മാത്രമേ കഴിയാൻ വകുപ്പുള്ളൂ, റബ്ബ് മാത്രമേ ചെയ്യുന്നവരുള്ളൂ എന്ന കാര്യം തീർച്ചയാണ്. പക്ഷെ ഇതിൽ നിന്ന് അബ്ദുസ്സലാം സ്വലമി വിട്ടപ്പോൾ അയാൾക്ക് എഴുതേണ്ടി വന്നു ജിന്നും മലക്കും അഭൗതിക എന്ന് പറഞ്ഞതോടുകൂടി ജിന്നും മലക്കും നമ്മളെ സഹായിക്കൂല, ജിന്നും മലക്കും ഉപദ്രവിക്കൂല എന്ന് എഴുതേണ്ടി വന്നു. അബ്ദുസ്സലാം സ്വലമിയുടെ തൗഹീദും നവയാഥാസ്ഥിതിയുടെ വ്യതിയാനം എന്ന പുസ്തകത്തിന്റെ 11ാമത്തെ പേജ് അഥവാ 1ാമത്തെ അധ്യായം എന്താ ഹെഡിങ്? അദൃശ്യം, അഭൗതികം, വ്യതിയാനം. ഇത്രയും കാലം പറഞ്ഞ അദൃശ്യം അഭൗതികം എന്ന ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന്, ഈ ഒരു വസ്തുതയിൽ നിന്ന് അയാൾ വ്യതിചലിക്കുന്നു. എന്നിട്ട് അയാൾ ഇങ്ങോട്ട് ആരോപിക്കുക നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. ഇതിലെ 1ാമത്തെ പാരഗ്രാഫിൽ സലാം സ്വലമി പറഞ്ഞു മലക്കുകൾ അദൃശ്യവും അഭൗതികമായ മാർഗത്തിലൂടെ അള്ളാഹുവിനെ മാത്രമേ നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ശരിയാ. ഈ വിശ്വാസം ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗമാണ്. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. എങ്ങനെ? മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു, കുഫ്ർ വന്നു. എന്താ കാരണം പറഞ്ഞത്? അഭൗതികമായി റബ്ബെ സഹായിക്കുള്ളൂ. അത് ശരിയാ. പക്ഷെ ഇത് അഭൗതിക അയാളുണ്ടാക്കിയ അസുര. അവിടെയാണ് വിവാദങ്ങളുടെ തുടക്കം. ഇതിലേക്ക് എത്തിയപ്പോൾ ചോദ്യമുണ്ടായി അദ്ദേഹത്തോട്, എന്നാ പിന്നെ എങ്ങനെ സിഹിറുണ്ട് പറയാം, എങ്ങനെ കണ്ണേറുണ്ടെന്ന് പറയാം, എങ്ങനെ ജിന്നുബാധുണ്ടെന്ന് പറയാം, എങ്ങനെ വസ്വാസ് ഉണ്ടെന്ന് പറയാം, എങ്ങനെ ശൈത്താനെ പേടിക്കാം? ചോദ്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ സലാം സ്വലമി പറഞ്ഞാ പിന്നെ അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഹദീസ് ഉണ്ടല്ലോ ബുഖാരിയില്, ഹദീസ് ഉണ്ടല്ലോ മുസ്ലിമില്,
മൂപ്പര് പറഞ്ഞു എല്ലാം ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കി നോക്കുമ്പോൾ അയാൾ പറഞ്ഞു 60 ഹദീസ് ഞാൻ ലഈഫാക്കി, എന്നെ കൂടെ അത്രേ പറ്റുള്ളൂ അർത്ഥം. അപ്പൊ അയാൾക്ക് കഴിയാത്തത് ബാക്കി മറ്റൊരു സുല്ലമി ഏറ്റെടുത്തു, കുഴിപ്പുറം മൊയ്തീൻ സുല്ലമി. അയാൾ പറഞ്ഞു 60 ഒന്നല്ല 110 ഹദീസിന് കുഴപ്പമുണ്ട്, 110 ഹദീസിന് കുഴപ്പമുണ്ട്. അതിന്റെ ഫലമായി പുതിയ മാനദണ്ഡം വന്നു ഹദീസ് സ്വീകരിക്കാൻ. KM മൗലവി സ്വീകരിച്ചിട്ടില്ലാത്ത, ഉമർ മൗലവി അംഗീകരിച്ചിട്ടില്ലാത്ത, സെയ്ദ് മൗലവിക്ക് പരിചയമില്ലാത്ത, KP മുഹമ്മദ് മൗലവിക്ക് പരിചയമില്ലാത്ത, ഹദീസ് രംഗത്തെ ഏറ്റവും വലിയ നിറകുടമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മൗലവിക്ക് പരിചയമില്ലാത്ത, അവരാരും മനസ്സിലാക്കിയതും പഠിച്ചതും പഠിപ്പിച്ചതുമല്ലാത്ത ഒരു പുതിയ അസ്ല് കൊണ്ടുവന്നു. ബുദ്ധിക്കെതിരാണോ തള്ളണം, ഖുർആനെതിരാണോ തള്ളണം, ഖബർ ആഹാദാണോ സ്വീകരിക്കാൻ പറ്റില്ല, മുതവാത്തിർ മാത്രമേ വിശ്വാസത്തിന് പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോഴോ ദജ്ജാൽ ഔട്ടായി, ദജ്ജാലില്ല. സലാം വസ്ലം ഈ ബുക്കിൽ എഴുതി, ബുഖാരി പരിഭാഷ എഴുതി, ദജ്ജാലുമായി ബന്ധപ്പെട്ട് അയാൾ എഴുതി എന്താ, അത് അവസാന കാലത്ത് വരാനുള്ള ഒന്നൊന്നുമല്ല ദജ്ജാൽ. എന്താ മുമ്പ് തെളിവ് പറഞ്ഞതറിയോ? കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ ഉമ്മത്തിനെ ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിലുണ്ട്. അപ്പോഴാണ് മൂപ്പരെ ബുദ്ധി വർക്ക് ചെയ്തത്. മൂപ്പർ ആലോചിച്ചു, അവസാന കാലത്ത് വരാനുള്ളതാണെങ്കിൽ എന്തിനാ ഇപ്പം നൂഹ് നബി ബേജാറാക്കണത് സമൂഹത്തിന്? എന്തിനാ കഴിഞ്ഞ കാല അമ്പിയാക്കന്മാർ താക്കീത് ചെയ്യുന്നത്? അപ്പൊ ഇത് അന്ന് വരാനുള്ളതല്ല, പിന്നെ ഇത് ജനങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പണ്ഡിതന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കും എല്ലാം പറയുന്ന പേരാ ദജ്ജാല്. അതിനിപ്പോ എന്തേ മൂപ്പര് പറയാനുള്ള പ്രചോദനം നമുക്കറിയില്ല. അപ്പൊ മൂപ്പരുടെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ദജ്ജാല് ഒറ്റക്കണ്ണനാണ്, ഹദീസിലുണ്ടല്ലോ, ഒറ്റക്കണ്ണനാ ദജ്ജാല്. അങ്ങനെ ഉണ്ടല്ലേ, എന്നിട്ടിപ്പോ എന്താ ചെയ്യാ? അവൻ മൂപ്പരെ വ്യാഖ്യാനം, ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞാൽ വിഷയത്തിന്റെ ഒരു വശം മാത്രം അവതരിപ്പിക്കുന്നവൻ എന്നാണ്. അങ്ങനെ വ്യാഖ്യാനിച്ച് ഒപ്പിച്ചു. പല ആയത്തുകളെയും ദുർവ്യാഖ്യാനിച്ചു, പല ഹദീസുകളെയും ചവിട്ടി വലിച്ചു. ഹദീസുകളുടെ പുച്ഛം തന്നെ ഈ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചു. വിശിഷ്യ മുജാഹിദുകളായി സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്ന ധാരാളം ആളുകൾക്ക് ആ പുതിയ ചിന്താധാര ഇയാൾ പകർന്നു കൊടുത്തു. അങ്ങനെ ഹദീസ് എന്ന് കേട്ടാൽ തന്നെ പുച്ഛം. ഹദീസല്ലേ, അതവിടെ കേട്ടെ, ഖുർആനുണ്ടോ ആയത്തുണ്ടോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അതിന്റെ സ്വാധീനം പലരിലും ഉണ്ടായി. ഖുർആൻ പരിഭാഷ പതിറ്റാണ്ടുകളായി KNM പ്രസിദ്ധീകരിച്ച് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഹദീസിന്റെ ഒരു ആധികാരിക പരിഭാഷ ഇന്നേ വരെ ഉണ്ടായില്ല. നൂറ്റാണ്ട് തികയാൻ പോകുന്നു, പക്ഷേ ഒരു ഹദീസ് പരിഭാഷ എന്തേ KNM ഇറക്കാൻ ധൈര്യമുണ്ടായില്ല. പലരും ആവശ്യപ്പെട്ടുവല്ലോ എഴുതിത്തരാമെന്ന് പോലും ബഹുമാനായ അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂര് KNMനോട് AP അബ്ദുൽ ഖാദിർ മൗലവിയോട് പോലും പറഞ്ഞിട്ട് എന്തേ വെളിച്ചം കാണാതെ പോയത്? ഹദീസിൽ കേട്ട APക്കും വല്ലാണ്ട് ദഹിക്കണില്ല എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തേ ഇറങ്ങണ്ടേ? ഇൻഷാ അല്ലാഹ് അന്ന് KNM ചെയ്തിട്ടില്ലാത്ത, KJ ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത ആ ദൗത്യം ഇൻഷാ അല്ലാഹ് സാധുക്കളായി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദീസുകൾ ജനങ്ങൾ പഠിക്കട്ടെ. ശരിയായ വ്യാഖ്യാനം ഉൾക്കൊള്ളുന്ന നല്ല ഹദീസ് ഗ്രന്ഥങ്ങൾ, നല്ല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, നല്ല പരിഭാഷകൾ അറബി ലോകത്ത് നിന്ന് മലയാളത്തിലേക്ക് ഇറങ്ങേണ്ടുന്ന നല്ല നല്ല സലഫി അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ എല്ലാം ഇറങ്ങും. എത്രപ്പോഴും സീലും മറ്റോ കൈക്കലാക്കിയതുകൊണ്ട് ജമിയത്തുലമനെ പണി മുടങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ആ പണി ഇവിടെ നടക്കണം. 2012 ഫെബ്രുവരിയിലാണ് മാസാന്ത പണ്ഡിത ദൗറ ഇവർ നിർത്തിവെപ്പിച്ചത്. 2012 ഫെബ്രുവരിയിൽ, അഥവാ 17 മാസമായി ദൗറ ഇല്ല. മാസാമാസം നടക്കുന്ന വൈജ്ഞാനിക ചർച്ചകൾ നിർത്തിവെപ്പിച്ചു. പക്ഷേ ദൗറ നിന്നിട്ടില്ല. ജാമിയ അൽ ഹിന്ദിൽ ആ ദൗറ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ഈ ദൗറയിൽ പങ്കെടുത്തവരാരാണോ ആ പങ്കെടുത്ത ടീമിൽ ഈ മൂവർ സംഘമല്ലാത്ത ബാക്കി എല്ലാവരും ആ ദൗറയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദൗറയിൽ വന്ന കൂട്ടത്തിൽ മൂവർ സംഘം ഉണ്ട്, ഓല് വരില്ല, ഒലിച്ചിട്ട് വരും വേണ്ട വഴിക്ക്. ബാക്കി എല്ലാവരും അവിടെയുണ്ട്. മാസാമാസം മുടങ്ങാതെ ദൗറ നടക്കുന്നു. അന്ന് KJ പ്ലാൻ ചെയ്തതാണ് 10 ദാഴിമാരെ തിരഞ്ഞെടുത്ത് അവരെ നാം വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകമായി മാറ്റിയിരുത്തി അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാ കിതാബും ലഭ്യമാക്കി വിഷയങ്ങൾ അവർ പഠിച്ച് അതിങ്ങനെ ആ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം അവർ പറഞ്ഞു തരട്ടെ, നമുക്ക് അംഗീകരിക്കാമല്ലോ. എന്തേ വെളിച്ചം കാണാതെ പോയത്? അന്ന് 9 ആളെ തിരഞ്ഞെടുത്തു ആ ദൗത്യത്തിന് വേണ്ടി. 9 ആൾക്ക് ശമ്പളം നിശ്ചയിച്ചു.
പക്ഷേ എല്ലാം കഴിഞ്ഞ അവസാന ഘട്ടത്തിൽ പാസ്സാകുമെന്ന് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, എന്തിനാ അതൊക്കെ, ഞങ്ങളൊക്കെ പണ്ട് പ്രസംഗിച്ചത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നല്ല, അത് നമ്മുടെ ആവശ്യമില്ല, അവർ നിർത്തിവെക്കണം. അന്ന് നിർത്തിവെച്ചതാ, പിന്നെ ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതും ഉണ്ടാകാൻ പോകുന്നു. KJU എന്ന പേരിൽ തൽക്കാലം മെട്രോപോളിറ്റൻസിലും പലരും കൈയടക്കി വെച്ചെങ്കിലും ഇൻഷാ അല്ലാഹ് പണ്ഡിത കൂട്ടായ്മകൾ മുറതെറ്റാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പണ്ഡിത കൂട്ടായ്മകളിൽ നല്ല വിഷയങ്ങളോട് പ്രതിബദ്ധതയുള്ള നല്ല പണ്ഡിതന്മാരുടെ കൈകളാൽ തന്നെ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മുന്നോട്ട് പോകും. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. 15 അംഗ ഒരു നേതൃത്വം, KJUവിൽ മെമ്പർഷിപ്പുള്ള 15 ആള്, പുറത്തുനിന്നാരുമില്ല. ശരിയായ KJUവിൽ മെമ്പർഷിപ്പുള്ള അതിൻ്റെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന 15 പേർ അടങ്ങുന്ന നേതൃത്വം അതിലുണ്ടായിട്ടുണ്ട്. അബ്ദുൽ ഹഖ് സുല്ലമിയുണ്ട്, അബ്ദുൽ ജബ്ബാർ മൗലവിയുണ്ട്, അതേപോലെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനയുണ്ട്, യാസിർ ബിൻ ഹംസയുണ്ട്, സുഹൈർ ചുങ്കത്രയുണ്ട്, സക്കരിയ സുലാഹിയുണ്ട്, ഹംസ മദീനയുണ്ട്, അബൂബക്കർ സലഫിയുണ്ട്, ഷമീർ മദീനയുണ്ട് തുടങ്ങിയ നല്ല ലക്ഷണമൊത്ത കിതാബ് തെളിയുന്ന പണ്ഡിതന്മാർ 15 ആളുടെ കീഴിൽ ഇൻഷാ അല്ലാഹ് ആ KJU നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എത്രപ്പേട് തിരിച്ച് അവിടെ നിങ്ങോട്ട് വരും ഓട്ടോമാറ്റിക്കലി. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അടിക്കുന്നില്ല, എത്രപ്പേട് ഒരൊറ്റ ലീഫും കൂടി അടിക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് അത് തിരിച്ചു കിട്ടും, ആ സീന് തിരിച്ചു കിട്ടും. അന്നത്തെ KJUവിൽ 200 മെമ്പർമാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് 150 മെമ്പർമാരും ആ KJUവിൻ്റെ പേരിൽ ഇപ്പോഴും നമ്മളൊപ്പുണ്ട്. 200 150 പേരുണ്ട്. പിന്നെ എന്തിനാ ബേജാറാകണ്? എത്ര പേട് ആരെങ്കിലും കൊണ്ടായിക്കോട്ടെ, നമുക്കെന്താ, എത്ര പേടില്ലാച്ച സംഗതി നടക്കൂലേ. ഇൻഷാ അല്ലാഹ് എല്ലാം വളരെ വ്യവസ്ഥാപിതമായി ആര് മുടക്കിയാലും അള്ളാന്റെ ദീനുമായി ബന്ധ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് 10 ദാഴിമാരെ നമ്മൾ ദത്തെടുക്കാൻ പോവുക. ഒരു വിഷയങ്ങൾ പഠിക്കട്ടെ. ഏത് വിഷയത്തിലും നമുക്ക് ക്ലിയർ ആവാനുണ്ടോ, നമുക്ക് പഠിക്കാനുണ്ടോ, ഇനിയും നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളുണ്ടോ, എല്ലാം അവർ പഠിച്ച് റിസൾട്ട് തന്ന് ആ റിസൾട്ട് പ്രകാരം എന്താണോ ദീനിന്റെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പ്രകാരം മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളൊക്കെ തീരുമാനം. നമ്മളെ അബദ്ധമുണ്ടോ തിരുത്തണം, പോരായ്മയുണ്ടോ തിരുത്തണം, ഏത് വിഷയത്തിലും കൂടുതൽ പഠനം ആവശ്യമുണ്ടോ പഠിക്കണം. മുൻധാരണകളില്ലാതെ പഠിച്ച് അതിന് ശരിയായ റൂട്ട് എന്തോ ആ റൂട്ടിൽ നിൽക്കാൻ തന്നെയാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം സൂചിപ്പിച്ചത്, KJUവും KNMും പ്രഖ്യാപിച്ച് സ്വീകരിച്ച ആ ആദർശപാതയിൽ നിന്ന് സലാം സലമി പോയി, പുതിയ വാദവുമായി വന്നു. അപ്പോൾ പല ഹദീസും ഔട്ടായി. ഹദീസ് രംഗത്ത് പുതിയ മാനദണ്ഡങ്ങൾ വന്നു. മുസ്ലിം ഉമ്മത്തിന് പരിചയമില്ലാത്ത, അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത പുതിയ മാനദണ്ഡങ്ങൾ വന്നു. അതുപ്രകാരം പല ഹദീസുകളെയും ചവിട്ടിമതിക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്ന് KNMന്റെ പ്രബോധകന്മാരും പ്രവർത്തകന്മാരും രംഗത്തിറങ്ങിയിട്ട് മടവൂരികൾക്കെതിരെ സർവ്വവിധ പ്രയാസവും ത്യാഗവും സഹിച്ചുകൊണ്ട് താഴ്വാരംഗത്തിറങ്ങിയത്. സൂചിപ്പിച്ച പോലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നവർ, വാപ്പയും മക്കളും 2 തട്ടിലായവർ, എല്ലാം ഉണ്ട്. എന്നിട്ടും പറയാൻ ഇറങ്ങി തിരിച്ചത് ആദർശത്തിന്റെ പേരിലാണ്. അന്നല്ലേ അനസ് മൗലവിയും ഹനീഫ് കായ്ക്കുടിയും ഒക്കെ അതിരൂക്ഷമായി ഈ വിഷയത്തിൽ അവർക്കെതിരെ മറുപടിയുമായി ഇറങ്ങിയത്. മടവൂരികൾ കൊണ്ടുവന്നു യാ ഇബാദുള്ള വിഷയം, മടവൂരികൾ കൊണ്ടുവന്നു അൽ ഇസ്ലാഹിൽ 2007 വന്ന ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇതാ ജിന്നിനോട് തേടാമെന്നാ പറയുന്നത്, ജിന്നിനെ വിളിക്കാമെന്നാ പറയുന്നത് എന്ന് പറഞ്ഞ് നാട് മുഴുവൻ അലി മദനിയും കരിമ്പിലാക്കലും അടക്കമുള്ള പ്രഭാഷകന്മാർ ഊര് ചുറ്റിയപ്പോൾ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടവർ ഞങ്ങളാരുമായിരുന്നില്ല, അനസ് മൗലവിയും ഹനീഫ് കായ്ക്കുടിയും ഒക്കെ ആയിരുന്നുവല്ലോ. അവരെ പിന്നാലെ നടന്നു, അവരെവിടേക്ക് പോകുന്നു അവിടെയെല്ലാം ചെന്നു, അവരുമായി മറുപടികൾ നടത്തി, ഖണ്ഡനങ്ങൾ നടത്തി, മുഖാമുഖങ്ങൾ നടത്തി. അങ്ങനെ മടവൂരികൾക്ക് മനസ്സിലായി ഈ പണി പറ്റൂല, തൽക്കാലം ഓല് മാളത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. ആരാണോ പിന്നെ കൂടിയത് അവനെ സോപ്പിട്ട് പിടിച്ചു. സാധാരണ വലിയ വലിയ കമ്പനികൾക്ക് പണിയുണ്ട്. ഈ കൊക്കക്കോള പോലെ കമ്പനികളൊക്കെ അവിടെ വെള്ളമൂറ്റാൻ പാടില്ല എന്നിട്ട് സമരം കാണാൻ ഇടയ്ക്ക് പേപ്പറിൽ ഭയങ്കര സമരം. നമ്മൾ കമ്പനി ഇപ്പം പൂട്ടുന്നു, ഭയങ്കര സമയം, നിരാഹാരം, അനിശ്ചിതകാലം എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാണാണ്ട് നേരില്ലാതാണ്. എന്താണെന്നറിയോ, സമരം സംഘടിപ്പിക്കണം ആലോചിച്ചെങ്കിൽ ഓനാണ്ട് പിടിക്കും കമ്പനിക്കാർ. ഓൻ എന്താ ആവശ്യം അതാണ് കൊടുക്കും. എനിക്കെന്തെല്ലാം ആവശ്യമുള്ളൂ എന്നാ കൊണ്ടേക്കോ, അതാണ് കൊടുക്കുമ്പോൾ പിന്നെ ഓന് പിന്നെ ന്യായം കണ്ടെത്തും. അല്ല, ഓലിപ്പോൾ ഏതായാലും നമ്മളെ നാട്ടിൽ വന്ന് ഭൂമി പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അവിടെ കണ്ണുകുത്തിയതല്ലേ, അവിടുന്ന് പോലും വെള്ളം കോരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ, അപ്പോൾ ഈ സമരം ശരിയല്ല, ഓടൊഴിഞ്ഞു. ഇപ്പം ഇങ്ങനെ ദിമ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേറൊരുത്തർ ഇറങ്ങും കൊക്കക്കോളക്കെതിരെ. അപ്പം കമ്പനിക്കാർ പിന്നെ ഓനെ പോയി പിടിക്കും. ആ പണിയാ മടവൂരികൾ പിന്നെ ചെയ്തത്.
ആരാണോ മുമ്പിലേക്ക് നിൽക്കുന്നത് അവനെ തന്നെ പിടികൂടിയിട്ട് സാക്ഷാൽ മടവൂരി ആദർശം തലക്ക് കയറ്റി കൊടുത്തിട്ട് അവനെ ഉപയോഗിച്ച് മടവൂരിസം പ്രചരിപ്പിക്കാനാ ഒരു ശ്രമിച്ചത്. അതിന് ഈ മൂന്നാള് പെട്ടുപോയി. ബാക്കിയുള്ള സംഗതി തിരിച്ചറിഞ്ഞു. ഇവര് മൂന്നാള് പെട്ടുപോയി മാത്രം. അല്ലെങ്കിൽ എത്ര രൂക്ഷമായിട്ടാന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ. നന്ദി പള്ളിന് മുമ്പിൽ പോയിട്ട് അമ്പലക്കടവ് ഫൈസിയും മടവൂരികളും ഒന്നിച്ച് ഈ വിഷയത്തിൽ ഒരേ സ്വരത്തിൽ അവിടെ പ്രസംഗം നടത്തിയപ്പോൾ മറുപടി പറഞ്ഞപ്പോൾ അനീഫ് കായ്ക്കുടി പറഞ്ഞത്, ഇതാ ഈ ഇസ്ലാഹി മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കല്ലെന്ന് സ്ഥാപിച്ചുകൊണ്ട്, അത് അബദ്ധമല്ലെന്ന് സ്ഥാപിച്ചുകൊണ്ട് അനീഫ് കായ്ക്കുടി പ്രസംഗിച്ചു. ആ കൂട്ടത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞു, മുജാഹിദുകൾ ആരെങ്കിലും ജിന്നിനെ വിളിക്കാമെന്ന് വാദിക്കുന്നവരായി പറയുന്നവരായി ഒരൊറ്റ പരാമർശം, ഒരൊറ്റ വരി നിങ്ങൾ കാണിച്ചാൽ മതി, ഞങ്ങൾ ഈ പള്ളി പൂട്ടിയിട്ട് ചാവി അങ്ങോട്ട് തരുന്ന. കേട്ടോ നിങ്ങൾ അന്ന് ഹനീഫ് കായ്ക്കുടി പറഞ്ഞ അയാളുടെ ആ ഒരു പ്രഖ്യാപനം. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബിക് കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവര് പറഞ്ഞപ്പോ സലാത്തുല്ലമയും വിചാരിച്ചുണ്ട്. എന്തേ അതിനുശേഷം ഹനീഫ് കായ്ക്കുടി പിന്നെ ആ വഴിക്ക് പോകാത്തത്? താക്കോല് മാത്രമല്ല, പള്ളി തന്നെ അവിടെ ആദർശത്തിലേക്ക് വെച്ചു കൊടുത്തതല്ലേ നമ്മൾ പിന്നെ കണ്ടത്. എന്തേ അന്ന് ഇയാള് പറഞ്ഞത്? അങ്ങനെ ധൈര്യമായി നമുക്ക് പറയാം, കാരണം നമ്മളെവിടെയും അത് പറഞ്ഞിട്ടില്ല, നമ്മളെവിടെയും എഴുതിയിട്ടില്ല. അത് ധൈര്യമായി നമുക്ക് പറയാം, നിങ്ങൾ കാണിക്കൂ, പള്ളി പൂട്ടി ചാവി തരാം. ഇത് പ്രസംഗിച്ചതിന് ശേഷം ഒരൊറ്റ കൊല്ലത്തിനിടയിൽ പിന്നെ എവിടെയാണ് കായക്കൊടി പുതിയതായി ആരെങ്കിലും എഴുതിയത്? ഇപ്പോഴും കായക്കൊടിക്ക് ഏതാ വായിക്കാനുള്ളത്? 2007 ഇസ്ലാഹ്. ഇത് പറയുമ്പോ ഇസ്ലാഹില്ലേ? ആ ലേഖനം വന്നിട്ടില്ലേ? യാണിബാദത്തുള്ള ചർച്ചയില്ലേ? മടപൂരികളുമായി ഖണ്ഡനം നടക്കുന്നില്ലേ? എന്നിട്ടും നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല, ധൈര്യമായി നമുക്ക് വെല്ലുവിളിക്കാമെന്ന് പറഞ്ഞ ആൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എവിടെയാ പുതിയത് കിട്ടിയത്? കായക്കൊടി പറയണം, കഴിഞ്ഞ മുഖാമുഖത്തിൽ ഞങ്ങളെ ക്ലിപ്പിട്ട് ചോദിച്ചിരുന്നു, മിണ്ടിയിട്ടില്ല, കേട്ടിട്ടില്ല, അല്ല കേട്ടതായി നടിച്ചിട്ടില്ല. അതുകൊണ്ട് പറയണം, പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ പ്രോഗ്രാമിൽ ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് കായക്കൊടിയോട്. ഒന്നാമത്തെ ചോദ്യം ഇത് തന്നെയാണ്. എന്ത് നിങ്ങൾ അന്ന് വെല്ലുവിളിച്ചുവല്ലോ, അതിനുശേഷം ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ജിന്നിനോട് തേടാമെന്ന വാദം ജബ്ബാർ മൗലവിക്കുണ്ടെന്ന് പറയുന്നു. എങ്കിൽ എവിടെയാണ് അബദ്ധം പറ്റിയത്? താങ്കൾ അന്ന് പറഞ്ഞ വെല്ലുവിളി മനസ്സറിയാതെ കുബൂരികളെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നുവോ? അതല്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കാപ്പട്യമാണോ? രണ്ടാലൊന്ന് കാപ്പട്യമാകണ്ടേ? രണ്ടാലൊന്ന് കാപ്പട്യം. ഇസ്ലാഹാണോ കുഴപ്പം? എങ്കിൽ നിങ്ങൾ ഈ വെല്ലുവിളി കാപ്പട്യമായിരുന്നു. അല്ല, അതിന് പ്രശ്നമില്ല എന്നാണോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കാപ്പട്യമാണ്. ഏതാ വസ്തുത, ഏതാ ശരി പറയേണ്ടതുണ്ട്. അത് പറയണം. ഇനി നിങ്ങൾ വരണം, വരാതിരിക്കരുത്. വന്നിട്ട് നിങ്ങൾ പറയണം, ഇതാ ഒന്നാമത്തെ ചോദ്യത്തിന് എൻ്റെ ഒന്നാമത്തെ മറുപടി എന്ന് പറഞ്ഞ ഹനീഫ് കാ താങ്കൾ പറയണം. പറയാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഹനീഫ് കായ്ക്കുടിക്ക് പറയാൻ കഴിഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. അവിടുന്ന് വിട്ടുപോയി, അവിടുന്ന് വഴിമാറിപ്പോയി. അത് പറയാനാവില്ല. ഇപ്പൊ ഖുറാഫയെ തെരഞ്ഞെടുക്കാൻ മൂപ്പരെ ചാവിയൊന്നും വേണമെന്നില്ല, എന്നാലും ഒരു കയ്യെങ്കിലും കൊടുക്കാലോ എന്ന പോലെ ഒപ്പ്. ചാവി ഇനിയിപ്പോ വേണ്ട, കാരണം എന്താ, ഞങ്ങൾ പലയിടത്തും നിങ്ങൾ എത്തിയില്ലേ, അപ്പൊ നീ ചാവി വേണമെന്നില്ല. നീ വേണമെങ്കിൽ പല സ്ഥലത്തും നിങ്ങളും മടവൂരും സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനം ഓരി വെച്ച പോലെ നമുക്ക് നന്ദിയിൽ വേണമെങ്കിൽ ഓരി വെക്കാനാ ഇപ്പൊ അമ്പലക്കടവിൻ്റെ ഒക്കെ നയം ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണല്ലോ.
അങ്ങനെയാ പല പള്ളിക്കും ഇപ്പൊ സൗഹാർദ്ദമായി തുടങ്ങി. 10 കൊല്ലം കേസ് കൊടുത്ത് ലക്ഷങ്ങൾ കേസ് ചെലവഴിച്ച ചെർപ്പുളശ്ശേരി പള്ളിയിൽ എന്തേ ഇന്നലെ വെള്ളിയാഴ്ച അത്ഭുതം സംഭവിച്ചത്? എന്തേ അത്ഭുതം സംഭവിച്ചു? 10 കൊല്ലം കേസുമായി നടന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് അതിന്റെ പേരിൽ പ്രവർത്തകന്മാർ 2 ചേരിയായി നിന്ന് അവസാനം കേസ് വിധിയായി വന്നിട്ടും KNM അനുകൂലമായി വിധി വന്നിട്ടും മടവൂര് കളയില്ലെന്ന് അത് വാങ്ങാൻ പോലും ശേഷിയില്ലാതിരുന്ന ആളുകൾ എന്തേ ഇപ്പൊ മാറി? ഇപ്പൊ ആരാ? ഇന്നലെ ഖതീബ് ഉണ്ണിൻകുട്ടി മൗലവി. എവിടെ ചോറ്? മടവൂരി സെക്രട്ടറിന്റെ വീട്ടില്. അവിടെ ചോറ് വയ്ക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല, ചോറ് അവിടുന്ന് വയ്ക്കുക. പക്ഷെ എന്തേ 10 കൊല്ലം പറ്റാത്ത ചോറ് ഇപ്പൊ പറ്റി? അതിന് ഉത്തരമാണ് കിട്ടേണ്ടത്. അതിന് ഉത്തരമാണ് കിട്ടേണ്ടത്. എങ്കിൽ അമ്പലക്കട് പറയുന്നു, കായക്കൊടി എൻ്റെ അഭിപ്രായം ജിന്നും മലക്കും മഹാന്മാരും അഭൗതികം. താങ്കളുടെ അഭിപ്രായം ജിന്നും മലക്കും അഭൗതികം. എൻ്റെ അഭിപ്രായം മഹാന്മാരും ജിന്നും മലക്കും ദുആ കേൾക്കും. താങ്കളുടെ അഭിപ്രായം ജിന്നും മലക്കും ദുആ കേൾക്കും. എൻ്റെ അഭിപ്രായം ജിന്നും മലക്കും മഹാന്മാരും ദുആക്ക് ഉത്തരം ചെയ്യും. താങ്കളുടെ അഭിപ്രായം ജിന്നും മലക്കും ദുആക്ക് ഉത്തരം ചെയ്യും. ഇത്രയല്ലേ ഇനി പ്രശ്നമുള്ളൂ? മഹാന്മാരല്ലേ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഖതീബായിക്കോളി, ഞാൻ വേണേ ഇമാമായിക്കോളാം. അല്ലെങ്കിൽ ഞാൻ ഖതീബാകാം, നിങ്ങൾ മുഖ്രി ആയിക്കോളി. ഞാൻ പ്രസിഡന്റ് ആവാം, നിങ്ങൾ സെക്രട്ടറി ആയിക്കോളി. അത് പറയാൻ വേണ്ടി അമ്പലക്കടവ് കായക്കൊടിയെ തെരഞ്ഞു നടക്കുന്നുണ്ട്. ചാവി കൊടുക്കാനല്ല, ചാവി വാങ്ങാനല്ല, ചാവി ഞൊലിക്ക് ആവശ്യമില്ല. കാരണം പള്ളിനെ ഓൽതായി കഴിഞ്ഞു. പൂട്ടാതെ തന്നെ, പൂട്ടി ചാവി കൊടുക്കാതെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ആ പള്ളി ഉണ്ടാക്കിയത്, ആ ആദർശത്തിന് നേരെ അതിന്റെ കവാടങ്ങൾ കൊട്ടിയടച്ചു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? നന്ദിക്ക് പോകാൻ ധൈര്യമില്ല, സക്കരിയ സ്വലാഹി പോയില്ല എന്നാ പറഞ്ഞത്. അതും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചു കൊടുത്തു. സക്കരിയ സ്വലാഹി ചെന്നു, ജബ്ബാർ മൗലവി ചെന്നു, ഞാനും ചെന്നു. ഇതാ ജബ്ബാർ മൗലവിയുടെ ഉണ്ട്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. സക്കരിയ സ്വലാഹി ഉണ്ട്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. നന്ദി ദാറുസ്സലാമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പരിധിയിൽ ചെന്ന് മുഖാമുഖം നടത്തി ആ കോളേജിലെ കുട്ടികൾക്ക് ഔദ്യോഗികമായി ആദ്യം തന്നെ കത്തും കൊടുത്ത് നിങ്ങൾ ചോദിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് ഒരു വന്നില്ല. ഓൽക്കറിയാ ഇത് അനീഫ് കായക്കൂടല്ല, ഇത് മുജാഹിദീങ്ങളാണ് എന്ന് ഓൽക്കറിയാം. ഓലാ വഴിക്ക് വന്നില്ല, ആ വഴിക്കൊരു വന്നില്ല. എന്നാ കായക്കൂട് ചെല്ലട്ടെ. ഇനി ധൈര്യമുണ്ടോ? പുളിക്കല് വന്നതുപോലെ നന്ദിയിൽ വീണ്ടും ചെന്ന് അനീഫ് കായക്കൂടി മനസ്മൂലിയും ചെന്നിട്ട് ഇതേ വിഷയത്തില്, പ്രാർത്ഥന തൗഹീദ് എന്ന വിഷയത്തില് ഒരു മുഖാമുഖം നടത്തി. നന്ദിയിലെ കുട്ടികൾ വന്നോട്ടെ, അവര് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കാൻ അനീഫ് കായക്കൂടി താങ്കൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല എന്ന് ഉറപ്പാ ഞങ്ങൾക്ക്. അത് നന്ദിനല്ല, എവിടെയും നിൽക്കാൻ ധൈര്യമില്ലല്ലോ. പുളിക്കൽ നിന്നോക്കി എൻ്റെ കഥ നമ്മൾ കാണും ചെയ്തു. ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ കാണിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇവിടെ യഥാർത്ഥത്തിൽ ഈ 100 കൊല്ലം നമ്മൾ കൊണ്ടുവരുന്ന തൗഹീദ് അതിനെയാ പൊളിക്കുന്നത്. എന്നിട്ട് സലാം സലമി കാട്ടിയ പോലെ അഭൗതികം, അദൃശ്യം, വ്യതിയാനം ഇങ്ങോട്ട് വെച്ചു. സംഗതി വ്യതിയാനം മൂപ്പരിക്കാം. മഞ്ഞപ്പിത്തം പിടിച്ചോണ്ട് എല്ലാം മഞ്ഞയായി കാണുന്നാണല്ലോ ആ പണി ആ മൂപ്പയ്ക്ക് പറ്റിയത്. അതാ പബ്ബലുണ്ടായത്. അതുവരെ ഭൗതികമായി ഏത് പടപ്പിനും കഴിവുണ്ടെന്നും അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രമേയുള്ളൂ എന്നും പറഞ്ഞവർ 2012 സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജിന്നിനെ അഭൗതികമാക്കിയിട്ട് ഇങ്ങോട്ട് പറയാ ഇബൻ ജിന്നൂരിയാണ്, ഇബൻ ജിന്നിന്റെ ആളാണ്, വാൻ ജിന്നിന്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആരോപിക്കുന്നു. യഥാർത്ഥത്തിൽ ജിന്നിന്റെ പാർട്ടി ആരാ? ഈ പറയുന്നതിന് കാരണം എന്താ? നമ്മൾ അള്ളാഹിന്റെ പാർട്ടി. കാരണം അള്ളാഹ്ക്ക് മാത്രം അഭൗതിക കഴിവുള്ളൂ. ഇവർ പറഞ്ഞതോ ജിന്നിനും അഭൗതിക കഴിവുണ്ട്, മലക്കിനും അഭൗതിക കഴിവുണ്ട്, അള്ളാഹ്ക്കും അഭൗതിക കഴിവുണ്ട്. അപ്പൊ ആരാ ജിന്നൂരി? ആരാ ജിന്നിന്റെ ആൾക്കാര്? ഇനി അതല്ല ഉള്ള ജിന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഊരിക്കളഞ്ഞു എന്നാണോ? എന്നാ നമ്മൾ ജിന്നൂരി ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ജിന്ന് ഊരി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും ശരി, വിഷയം അതല്ല. അപ്പൊ ഇവിടെ പുതിയൊരു ആശയം കൊണ്ടുവന്നു. നമ്മളെ സംബന്ധിച്ച് ഈ 100 കൊല്ലം നമ്മൾ പറഞ്ഞതും 114 കാലം അഹ്ലുസുന്ന സ്വീകരിച്ചതുമായ ആദർശം അഭൗതികമായ സഹായം റബ്ബിൽ നിന്ന് മാത്രം. അല്ലാത്തവർ മായം ലിക്കൂന മിൻ ഖിത്മീർ, കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കയില്ല. ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, മനുഷ്യനും കഴിയില്ല, ഒരു പടപ്പിനും കഴിയില്ല, റഹ്മാനായ റബ്ബിനു മാത്രം. അതുകൊണ്ട് ഇയ്യാക നസ്തഈൻ, റബ്ബിനോട് മാത്രം ഇസ്തിആനത്ത്. ഇതല്ലേ 100 കൊല്ലം പഠിപ്പിച്ചത്? ഇതല്ലേ 114 കാലം മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചത്? ഇതല്ലേ പ്രമാണം മുന്നോട്ട് വെച്ചത്? എന്തേ അതിൽ നിന്ന് വഴിമാറിപ്പോയി? ഈ ഇബാദല്ല ഇന്നും ഇന്നലെയുമാണ് ചർച്ചയ്ക്ക് വന്നത്. 250-300 കൊല്ലം മുമ്പ് ലോകത്തറിയപ്പെട്ട ഖുറാഫികൾ ഇതുമായി വന്നിട്ടുണ്ട്, അവർക്ക് ഇസ്തിഹാസ തെളിവാക്കാൻ. അന്ന് ലോകത്തറിയപ്പെട്ട പണ്ഡിതന്മാർ മറുപടിയും നൽകിയിട്ടുണ്ട്. ആ മറുപടിയല്ലേ ഇത്രയും കാലം നമ്മൾ പറഞ്ഞു പോകുന്നത്.
അതിന് അബദ്ധമുണ്ട് എന്ന് ആർക്കും തോന്നിയില്ലല്ലോ. കേരളത്തിലോ ആ ചർച്ച വന്നത് എപ്പോഴാ? ആ ചർച്ച വന്നത് ഉമർ മൗലവിയുടെ സൽസബീലിലാണല്ലോ. നമ്മൾ കണ്ടയിടത്തോളം നമുക്ക് ആദ്യം കിട്ടിയത്. തപ്പിയാൽ ചിലപ്പോൾ അതിന് മുമ്പും കിട്ടും. ഇത് തപ്പാ ഒഴിവില്ലാത്തതുകൊണ്ടപ്പോ 970കളിൽ സൽസബീലിൽ ഉമർ മൗലവി എഴുതിയില്ലേ, ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. അതാദ്യം പറഞ്ഞു. എന്നിട്ട് പറയാം, എന്നിട്ട് ഇനി ഈ ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവിടെ നമ്മളെ പിടുത്തം. സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവുമായി ബന്ധമില്ല. ഉമർ മൗലവി എന്താ പറയേണ്ടത്? ഇത് സ്വഹീഹായാലും ദഈഫായാലും ഇത് ശിർക്കാണ്, ഇത് ഒരിക്കലും നമുക്ക് പറ്റൂല എന്നല്ലേ പറയേണ്ടത്. ഇതിന് കിട്ടിയപ്പോൾ പിന്നെ ഉമർ മൗലവിയുടെ തൗഹീദൊന്നുമില്ല. അതുവരെ ഉമർ മൗലവിന്റെ തൗഹീദിലാണ്, KPയുടെ തൗഹീദിലാണ് എന്ന് പറഞ്ഞ് വയലറിയുന്ന മനുഷ്യന്മാർക്ക് പിന്നെ ഉമർ മൗലവിനെ ഓർമ്മനല്ല. പിന്നെ ഇവിടുന്ന് ഒറ്റ വാക്കുകൾ പറഞ്ഞു വിട്ടു. ഉമർ മൗലവിയും കുഞ്ഞീദ് മദനിയും ഒക്കെ പഠിപ്പിച്ചെടുത്താൽ നമ്മളുള്ളത്. എവിടെ? ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഈ സൽസബീൽ ഉണ്ടോ നിങ്ങൾ? ഉമർ മൗലവി ഈ മറുപടി ഇന്ന് എഴുതാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ ഇപ്പോഴും എഴുതുന്നു. ഈ ചോദ്യം ഞങ്ങളോട് ഇന്ന് വന്നാലും ഉമർ മൗലവി ഇവിടെ പറഞ്ഞ മറുപടി എന്തോ, ഈ മറുപടിക്കപ്പുറം ഒരു ഹർഫ് ഞങ്ങൾക്കാർക്കും പറയാനില്ല. എന്നാൽ ഈ മറുപടി പറയുമോ കായക്കൂടി താങ്കളിപ്പോൾ? ഈ മറുപടിയല്ലേ നമ്മൾ എല്ലാ സ്ഥലത്തും പറഞ്ഞത്. ഖുറാഫികൾ ചോദിച്ചപ്പോഴും ഈ മറുപടി പറഞ്ഞു, മടവൂരികൾ ചോദിച്ചപ്പോഴും ഈ മറുപടി പറഞ്ഞു, ഇപ്പോൾ നവമടവൂരികൾ ചോദിക്കുമ്പോഴും മുജാഹിദീങ്ങൾ ഈ മറുപടി ആവർത്തിച്ചു പറയുന്നു. മണ്ണാർക്കാട് ചോദിച്ചില്ലേ? മണ്ണാർക്കാട് സംഭവത്തിലേക്ക് സക്കരിയ സ്വലാഹിയെ പറഞ്ഞയച്ചത് കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പുളിക്കൽ ജാമിഅ സലഫിയിൽ ചേർന്ന് AP അബ്ദുൽ ഖാദിർ മൗലവിയും M മുഹമ്മദ് മദനിയും അടക്കമുള്ള തലമുതിർന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരും അടങ്ങുന്ന സദസ്സിൽ വെച്ച് ചർച്ച ചെയ്തിട്ടാണ് ആര് പോകണം, ആര് സംസാരിക്കണം, ആരവിടെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളൊക്കെ പറഞ്ഞയച്ചത്. KJവിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത സക്കരിയ സ്വലാഹി അന്നവിടെ പറഞ്ഞ മറുപടി എന്താ? കഴിഞ്ഞു വന്നപ്പോൾ ആരെങ്കിലും പറഞ്ഞോ ആ മറുപടി ശരിയായില്ല എന്ന് പറഞ്ഞോ? ഈ മറുപടി മുജാഹിദീങ്ങളെ മറുപടി അല്ല എന്ന് പറഞ്ഞു? ഇല്ലല്ലോ. 10 കൊല്ലത്തോളം പിന്നിട്ടിട്ടും ഇന്നും ആ മണ്ണാർക്കാട് സംവാദം എന്നത് മുജാഹിദുകൾക്ക് ഇന്നും ആവേശം തന്നെയാണ്. അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? യാ ഇബാദ ചോദിച്ചപ്പോ അവിടെ സ്വലാഹി പറഞ്ഞ മറുപടി എന്താ? കേട്ടോളൂ നിങ്ങൾ. പിന്നെ യാ ഇബാദല്ലാഹി യഗീസൂനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോൾ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിഗാസയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി യഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. കണ്ടോ? അന്ന് KJവിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി പങ്കെടുത്ത് 2004 മണ്ണാർക്കാട് സംവാദത്തിൽ അലവി സുലൈമാൻ സഖാഫിമാർക്ക് നൽകിയ മറുപടിയാണിത്. അതിനുശേഷം അലവിനും സുലൈമാനും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഏതായാലും കാണൂല, കാരണം ഇപ്പം മുടിക്കെട്ടിനുള്ളിലാണല്ലോ. ഇനിയിപ്പോൾ എന്തായാലും കാണൂല, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നൗസാദെങ്കിലും മിമിക്രിയുമായി ഇറങ്ങിയിരുന്നു, ഇപ്പോൾ ഓനെയും പിടിച്ച് പുറത്താക്കി. അപ്പോൾ അവിടെ ഈ ചങ്ങായി കളിച്ചോന്നപ്പോൾ എനിക്ക് സംശയം. കാരണം വിശ്വസിക്കാൻ പറ്റൂല. കാരണം ഈ സിൻഡിക്കേറ്റിൽ വരെ കളിച്ച മനുഷ്യന് ഇനിയിപ്പോൾ ലേശം ദൂരമുള്ളൂ മർക്കസിക്ക്. ചിലപ്പോൾ അവിടെ